പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ്. 4-5 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, 5 ദിവസത്തേക്ക് പിന്നെ ആക്രമണമൊക്കെ നിർത്തിവെക്കുകയാണെന്ന് അമേരിക്ക. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊരു 10 ദിവസത്തേക്കും കൂടെ ഇനി ആക്രമണമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹമാണല്ലോ, അത് കാരണം അതിനെ ആരും ഒരു വിലയും കൊടുക്കത്തില്ല, വിശ്വസിക്കത്തുമില്ല. അത് കഴിഞ്ഞിപ്പോൾ ഇപ്പോഴത്തെ പ്രസ്താവന എന്താണെന്നറിയോ? ഇന്നലെ പറഞ്ഞത് ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല, ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇയാൾ എന്തോ പറയുന്നത്, ഏത് സമയത്ത് എന്തൊക്കെ പറയുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അതിനിടയിൽ ഇന്നലെ വളരെ രസകരമായ ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, ട്രംപ് കടലിടുക്ക് ഉടനടി തുറക്കണം. അതായത് ഹോർമൂസ് കടലിടുക്കിൻ്റെ പേരങ്ങ് മാറ്റി, പുള്ളി തന്നെ അങ്ങ് മാറ്റിയിട്ട് അതിന് ട്രംപ് കടലിടുക്ക് എന്നാക്കി. എന്നാൽ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് കിട്ടുമല്ലോ, എളുപ്പമല്ലേ. അപ്പം ട്രംപ് കടലിടുക്ക് തുറന്നു കൊടുക്കണം, തടയാൻ പാടില്ല എന്നായി. ഇതിൻ്റെ മുമ്പ് ഒരു പ്രപ്പോസൽ അങ്ങോട്ട് വെച്ചു, അമേരിക്കയും ഇറാനും കൂടെ ചേർന്ന് ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാമെന്ന്. അപ്പോൾ ഇറാൻ അതിന് നല്ല മറുപടി കറക്റ്റായിട്ട് പറഞ്ഞു, അത് അവിടെ നിയന്ത്രിക്കാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ഒന്നും ഇയാളെ ആവശ്യമില്ല എന്നവർ വ്യക്തമാക്കി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വേറെയുള്ള പറഞ്ഞേക്കുന്നത് എന്തെന്നറിയോ? മുജ്തബ ഖൊമനേയി, അതായത് ഈ ആയത്തുള്ള അലി ഖൊമനേയിയെ കൊലപ്പെടുത്തിയല്ലോ, അതൊരു ചർച്ചയ്ക്കെന്ന് പറഞ്ഞൊരു ചർച്ച നടക്കുന്ന സമയത്താണ് അയാളെ കൊല്ലുന്നത്. അപ്പോൾ അയാളെയും കുടുംബങ്ങളെ എല്ലാം കൊലപ്പെടുത്തുന്നത്. മുജ്തബ ഖൊമനേയി കൊല്ലപ്പെട്ടെന്ന് ഒരു പ്രഖ്യാപനം നടത്തി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാൻ തോൽക്കുന്നവരോട് ആണ് ഇഷ്ടം, എനിക്ക് തോൽക്കുന്നവരോടാണ് ഇഷ്ടമെന്ന്. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ഏതായാലും അതിനെതിരെയൊക്കെ വളരെ വലിയ ഒരു ഈ പ്രകടനങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞു ഇപ്പോൾ. മാത്രമല്ല, വാൻസ് എന്ന് പറയുന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അവരുടെ സൈന്യശക്തി, ഇറാൻ്റെ സൈന്യശക്തിയൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞു, ഞങ്ങൾ അവിടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കി കഴിഞ്ഞു, ഇനി ഒരു 2 വർഷം അവിടെ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. കാരണം അമേരിക്ക പിന്മാറണമെന്നുള്ളതാണ് വാൻസിൻ്റെ ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. വാൻസിൻ്റെ പ്രസ്താവന ഇന്ത്യ ടുഡേയും ഒക്കെ ഇന്ന് എഴുതി അതും NDTV ഒക്കെ കാണിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന ഇതാണ്, 2 വർഷം കൂടെ അങ്ങോട്ട് അവിടെ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇറാനിലെ യുദ്ധത്തിന് അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നടക്കും, കാലാകാലങ്ങൾ യുദ്ധം നടക്കും. അതിനിടയിൽ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കുറേ കുഴപ്പക്കാർ ഉണ്ട്, ഹൂതികൾ. അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം അവർ ഈ യുദ്ധത്തിൽ അവരങ്ങ് പങ്കേറുന്നു. അതിനുമ്പോൾ ഹിസ്ബുള്ള അവരൊക്കെ കുറേ ചിതറിപ്പോയെങ്കിൽ പോലും അവരിപ്പോഴും സൈനിക ശക്തിയൊക്കെ ഉള്ളവരാണ്. അവർ യുദ്ധത്തിൽ നേരത്തെ തന്നെ ചേർന്നു. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ ഒരു ഇങ്ങനെ ആളുകൾ കൂടുതൽ അങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്നിപ്പോൾ സൗദിയിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ വലിയ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇറാൻ്റെ മിസൈലൊക്കെ തീർന്നുപോയി, അവർക്ക് മിസൈൽ ഫാക്ടറി ഒന്നുമില്ല, ആയുധം നിർമ്മിക്കാനുള്ള ഇടപാടൊന്നുമില്ല എന്നൊക്കെ ഇടയ്ക്ക് വീമ്പളക്കുന്നുണ്ട് ട്രംപ്. പക്ഷേ ഇന്ന് വീണത് ഏറ്റവും അത്യന്താധുനികമായ ഒരു മിസൈലാണ് അവിടെ വീണിട്ട് അമേരിക്കയുടെ വിമാനം ഉൾപ്പെടെ നശിച്ചത്. ബഹ്റിനിൽ അതേപോലെ വലിയ അറ്റാക്ക് നടത്തി. കുവൈറ്റ് എയർപോർട്ടിൽ ഇന്ന് വലിയൊരു ആക്രമണം ഇറാൻ നടത്തി. ആ എയർപോർട്ടിലെ അതായത് ഇന്ധന സംഭരണ ടാങ്ക് പോലും തകർന്നു. ആ രീതിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നഷ്ടമെന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്കാണ് വരാൻ പോകുന്നത്. അതിനിടയിൽ എന്താണ്, ഇപ്പോൾ ഈ ഉക്രൈൻ യുദ്ധം ഘടിപ്പിച്ചു അവർ റഷ്യയെ ആക്രമിക്കുന്നത് അതിൻ്റെ തോതങ്ങ് കൂട്ടി. അവരും ഡ്രോണുകളും മിസൈലുകളും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ യഥാർത്ഥത്തിൽ ഉൽപ്പാദനം എന്ന് പറയുന്നത് ഇപ്പം 40%-ലേക്കായി. അപ്പോൾ അത് മാത്രമല്ല, ഇനി
ബാൾട്ടിക് കടലിലൂടെയുള്ള ആ ഗതാഗതം, ഈ ഓയിൽ കയറ്റി അയക്കുന്ന ഇടപാട്, അത് റഷ്യ നിർത്തേണ്ടി വരും എന്ന് റഷ്യ പറയുന്നു. ഇപ്പോൾ ഈ ആക്രമണം ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വശത്ത്. ഇനി ഹോർമോസ് കടലിടുക്ക് ഇതെല്ലാം ഈ ട്രംപ് വരുത്തി വെച്ച വിനയാണ്. നമ്മൾ ചിന്തിക്കണം ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളത്. അപ്പോൾ ചിലർ കയറി അങ്ങ് പറയും അത് ഇറാനാണ് എല്ലാത്തിൻ്റെയും കാര്യം കുറവ്. ഇറാൻ അവിടെ ഇരുന്ന് എന്തോ ഇതെന്നാണ്. ഞാൻ ഇറാന് വേണ്ടിയൊന്നും സംസാരിക്കുന്ന ആളല്ല, പക്ഷേ നിഷ്പക്ഷമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇറാൻ അവിടെ ഇരുന്നതാണ്, അവരവരെ കാര്യം നോക്കി ഇരുന്നതാണ്. അവരെ പോയി മാന്തിപ്പറിച്ച് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി ലോകം മുഴുവൻ കത്തിക്കേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ഈ ഒരു കടലിടുക്കേ അടച്ചുള്ളായിരുന്നു. ഇനി പേർഷ്യൻ ഗൾഫിലേക്കുള്ള കപ്പൽ ഗതാഗതം പോലും ഇറാൻ നിയന്ത്രിക്കും എന്ന് ഇറാൻ ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർ ഹൂതികളെ ഉപയോഗിക്കും. അതേപോലെ തന്നെ സൂയസ് കടലിടുക്കുണ്ടല്ലോ, ആ സൂയസ് കടലിടുക്ക് അതും ഇവർ നിരോധിക്കാൻ, അതായത് അതും തടയാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. അത് തടഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അതായത് യൂറോപ്പിലെയും അതുപോലെ തന്നെ ഏഷ്യയിലെയും എല്ലാ കാര്യങ്ങൾക്കും വലിയ പ്രശ്നമാവും, വലിയ പ്രതിസന്ധി ഉണ്ടാവും. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ ഇതിനിടയിൽ പാകിസ്ഥാൻ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ ഒരു ശ്രമം നടത്തുന്നുണ്ട്, ഏതെങ്കിലും വിധത്തിൽ ഇത് ഒന്ന് മീഡിയേറ്റ് ചെയ്ത് തീർക്കാൻ. അപ്പോൾ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇറാൻ പറയുന്നതെന്ന് പറഞ്ഞത് യുദ്ധം നടത്തിക്കൊണ്ട് മീഡിയേഷൻ ടോക്സിന് ഞങ്ങളില്ല എന്നാണ്. പക്ഷേ ട്രംപ് പറയുന്നത് എന്താ, ഇവർ കാല് പിടിച്ച് നടക്കുകയാണ് മീഡിയേഷൻ ടോക്സിന് വേണ്ടി. അപ്പോൾ ഇയാൾ പറയുന്നത് എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? ആദ്യം 5 ദിവസം നിർത്തി വെക്കുമെന്ന് പറഞ്ഞു ആക്രമണം, അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കൂടെ നിർത്തി വെക്കുന്നെന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു. ആ പറഞ്ഞ അതേ വാഗുകൊണ്ട് ആ നാക്ക് നേരെ അത് അങ്ങോട്ട് വായിക്കകത്ത് ഉള്ളിലോട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ അടുത്തത് യുദ്ധം നിർത്തുന്ന പ്രശ്നമില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതെന്ത് ചെയ്ത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. ടെല്ലവീവിൽ ഏതാണ്ട് 21 പേരെ എങ്ങാണ്ട് ഇപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്തു. കാരണം യുദ്ധത്തിനെതിരെ അവർ പ്രകടനം നടത്തി. അവിടെ ആളുകളെല്ലാം തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ഇസ്രായേലിൽ അവർക്ക് കഴിയാൻ മാർഗമില്ല. അതിലൊരാൾ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഞങ്ങളിവിടെ സുഖമായിട്ട് കഴിയുന്നു, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ബങ്കറിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് എന്ന് അവർ പറഞ്ഞതാണ്. സുഖമായിട്ട് കഴിയുന്നത് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം നമുക്ക്. കുഞ്ഞുങ്ങൾ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ അവിടുത്ത് എനിക്ക് ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില പടങ്ങൾ കാണാനിടയായി. കഷ്ടം, നമുക്ക് എന്ത് വിഷം വരുന്നറിയാം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ. എല്ലും തോലുമായിട്ടിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ, ആഹാരമൊന്നുമില്ല. പിന്നെ അവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഈ തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇന്നലെ വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ അതായത് ഈ തുണി കൊണ്ട് കൂട്ടിക്കെട്ടിയ മൃതദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ട് കുഞ്ഞ് പറയുന്നതാണ്. ഇത് പറഞ്ഞാൽ ഇത് ഇത്രത്തോളം സങ്കടമുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്ന മുഴുവൻ. ഇത് മാത്രമല്ല, ഇനി ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം ഇതുപോലെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഏതാണ്ട് ഈ ഗൾഫിലൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നേരത്തെ ഉള്ളതുപോലെയല്ല, 40% മാത്രമേ കച്ചവടമുള്ളൂ. അപ്പോൾ അത് തന്നെ ബാക്കിയുള്ള സ്റ്റാഫിനെയൊക്കെ അവർ ലേ ഓഫ് ചെയ്തു. അങ്ങനെ വരികയാണ്. നമ്മുടെ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്ന കേരളത്തിനാണ്. അതിൻ്റെ കാരണം ഇവിടെ നിന്നുള്ള നമ്മുടെ ആളുകളാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. അവർക്കൊക്കെ ജോലി നഷ്ടപ്പെടും. ജോലി നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇപ്പോൾ അവിടെ ഇനി ബിസിനസ്സും വ്യാപാരവും ഒന്നും നടക്കത്തില്ല. ഇന്നിപ്പോൾ ദുബായിലൊക്കെ വലിയ ആക്രമണമാണ് ഉണ്ടായേക്കുന്നത്, UAE ഇറാൻ്റേത്. അത് ഈ അമേരിക്ക ഇത് നിർത്താത്തിടത്തോളം കാലം അമേരിക്കൻ താവളങ്ങൾ എവിടെ ഉണ്ടോ അവിടെ മുഴുവൻ അവർ ആക്രമിക്കും. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇറാൻ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു നിരപരാധികളായിട്ടുള്ള ആളുകൾ വരെ അതിനകത്ത് പെട്ടുപോവല്ലേ സംഭവിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വരുമാനമില്ല, അവർക്ക് ശമ്പളം കൊടുക്കാൻ മാർഗമില്ലാതെ വരുമ്പോൾ അവരിപ്പോൾ സാലറി കട്ട് ചെയ്യും. അപ്പോൾ മാസാമാസം പണം ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന, ഗൾഫിൽ നിന്ന് പണം വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീടുകളല്ലേ നമുക്കുള്ളത്. ആ പണം കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ കേരളം കഴിയുന്നത്. അതിപ്പം നഷ്ടപ്പെടാൻ പോവുകയാണ്. കാരണം പണം വരത്തില്ല ഇനി, ഇവിടെ ഇത് സ്റ്റോപ്പാവും. ഇതിനെല്ലാം കാരണം എന്താണെന്നറിയാമോ? ചിലരുടെ ഭ്രാന്തൻ ചിന്തകളാണ്.
വ്യവസ്ഥയില്ലാത്ത വർത്തമാനം, എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയും. അതനുസരിച്ച് തോന്നിവാസം പോലെ പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്നതിനെല്ലാം അയാൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് പറയാം. ലോകത്തിൽ വളരെ വലിയ എഫക്റ്റ് ഉണ്ടാവും. അമേരിക്ക വിചാരിച്ചാലും ഉണ്ടാവും. അമേരിക്ക ലോക പോലീസായിട്ട് നടന്നവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. അവരിരുന്നുകൊണ്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നവരാണ് എല്ലാം നേരത്തെ. പക്ഷേ ഇപ്പോൾ നേരെ മറിച്ച് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു അല്പശാന്തി ഉണ്ടായിരുന്നത് ഒബാമയുടെ കാലത്ത് യഥാർത്ഥത്തിൽ കുഴപ്പമില്ലായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. 2 ടേം അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രശ്നമില്ല. ഇറാനുമായിട്ടൊരു സന്ധി സംഭാഷണമൊക്കെ നടത്തി അവരെ കൊണ്ടൊരു ന്യൂക്ലിയർ ട്രീറ്റിയിൽ ഒപ്പുവെപ്പിച്ചു. എല്ലാം ശരിയാക്കി കൊണ്ടുവന്നാണ് ഒബാമ. അത് ട്രംപ് വന്നെടുത്ത് കീറി കളഞ്ഞു. അതങ്ങ് ക്യാൻസൽ ചെയ്തു. അത് പറയുന്നത് അതങ്ങനെ ക്യാൻസൽ ചെയ്ത് ഞാൻ രക്ഷപ്പെടുത്തി എന്നാണ്. എന്നിട്ട് ഒബാമയ്ക്ക് ഒരു പേര് വിട്ടു, ബാരാക്ക് ഹുസൈൻ ഒബാമ എന്നാണ് ട്രംപ് വിളിക്കുന്നത്. ഒരു മുൻ അമേരിക്കൻ പ്രസിഡൻ്റെയാണ് ഈ വിളിക്കുന്നതെന്ന് ഓർക്കണം. അമേരിക്കയിൽ വളരെ ജനകീയനായ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ബാരാക്ക് ഒബാമയ്ക്ക് ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ എന്നെ വിളിക്കുന്ന പേരാണിപ്പോൾ ഇട്ടേക്കുന്ന പേര്, ബാരാക്ക് ഹുസൈൻ ഒബാമ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെന്നുള്ള രീതിയിൽ ആ വർഗീയത പുലമ്പുന്ന ഒരു നാക്കായിട്ട് പോലും ഇപ്പം അയാളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ലോകത്തോട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്നത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഇനി ബാരലിന് ഇപ്പോൾ $112 വരെ ആയി ഓയിലിൻ്റെ ക്രൂഡിൻ്റെ വില. അത് ഇനി അത് ഒരു $140 എങ്ങാണോ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ പെട്രോളിൻ്റെ വിലയെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഏതോ ഒരു 10 രൂപയെങ്കിലും കൂടും. ഡീസലിൻ്റെ വില അതുപോലെ കൂടും. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം വില കൂടും. അതിനെല്ലാം വില കൂടും. ഒരു മാർഗമില്ലാതെ ഇവിടെ ജീവിക്കാൻ മാർഗമില്ലാതാവും ജനങ്ങൾക്ക്. അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കാടത്തരം ഉണ്ടല്ലോ, യുദ്ധം അവസാനിപ്പിക്കണം. അത് ഇവർ നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഊർജ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയല്ല എന്നങ്ങോട്ട് പറഞ്ഞതിൻ്റെ പിറ്റേന്നാണ് അവരുടെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ, ആണവോർജം ഉള്ള ആ കേന്ദ്രങ്ങൾ മുഴുവൻ ആക്രമിച്ചത്. അമേരിക്ക ഇറാൻ പറഞ്ഞ് ഇതിനെല്ലാം തിരിച്ചടിക്കും എന്ന് പറഞ്ഞു. അതുപോലെ 2 സർവകലാശാലകളാണ് ഇറാനിലെ ഇത് ഇപ്പോൾ നശിപ്പിച്ചത് ഇന്ന്. അത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സർവകലാശാലകൾ എവിടെ ഉണ്ടോ അത് മുഴുവൻ നശിപ്പിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞ അവർ യുദ്ധക്കൊതിയുള്ളവരാണ് ഇറാൻ, കുറ്റമൊന്നുമല്ല. പക്ഷേ അവർ യഥാർത്ഥത്തിൽ അനങ്ങാതിരിക്കുകയുള്ളൂ. അവർ കയറി അടിക്കുമ്പോൾ അവർ തിരിച്ചടിക്കും. അതിപ്പോൾ സംഭവിക്കാൻ പോവുകയാണ് വീണ്ടും. ഇത് വലിയ വലിയ നിലകളിലേക്ക് യുദ്ധം ഇങ്ങനെ മാറിപ്പോവും. നമ്മളൊക്കെ ഭയചകിതരായിട്ടിരിക്കണം. ഇപ്പോൾ പൈലറ്റ്സുമാരുടെ അസോസിയേഷൻ അവർ യഥാർത്ഥത്തിൽ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് വാർ ഫീൽഡ്, അതായത് ഈ യുദ്ധം വ്യാപിച്ചേക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഫ്ലൈറ്റ് പെർമിറ്റ് ചെയ്യരുതെന്ന്. കാരണം അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ വലിയ അപകടം സംഭവിക്കും. കാരണം എത്രയോ പേര് കൊല്ലപ്പെടാം. അവരുടെ ജീവൻ പോലും അവർക്കും അവരുടെ ജീവനും അവർക്ക് വലുതല്ലേ, കൊല്ലപ്പെടാം. മാത്രം ഇതിനൊന്നും ഇൻഷുറൻസ് പരിരക്ഷ കിട്ടത്തില്ല. കാരണം വാർ ഫീൽഡിന് അറ്റാക്ക് മൂലം ഇതുപോലെ എയർക്രാഫ്റ്റിനോ ജനങ്ങൾക്കോ നാശനഷ്ടം വന്നു കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടത്തില്ല. അതിൻ്റെ കാരണം വാർ ഫീൽഡിലേക്ക് പോകാൻ പാടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ കുഴപ്പങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് തകരാൻ ഇനി കൂടുതലൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടമാവും.